വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. ഒരു ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് വന്നത്. ആളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്യാസ് ഊറ്റിയൊക്കെ അവിടെ കിടന്ന ഗ്യാസ് ഊറ്റി വന്ന് ഇവിടെ വന്ന് കിടന്ന് ഈ ചുഴലിക്കാറ്റ് പോലെയായിരുന്നു. വന്നിട്ട് ഫ്രിഡ്ജ് തലയും കുത്തി മറിഞ്ഞ് ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. സൈറൻ മുഴക്കിയത് ഒരുപക്ഷെ ആളുകളെ മഴയുടെ ഇതിൽ കേൾക്കാൻ പറ്റാതെ പോവുകയോ ഇവിടെ രാവിലെ സൈറൻ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. കഴിഞ്ഞ ദിവസം ഒന്ന് വന്ന് അടുക്കി പെറുക്കി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയതാണ്. പിന്നെയും വെള്ളം കയറി പിന്നെയും ഇതായി. കുപ്പി ജ്യൂസ് അല്ലാത്ത ബാക്കി നമുക്ക് മേടിച്ച സാധനങ്ങൾ മൊത്തം തന്നെ പോയി. ഒന്നും തന്നെ കിട്ടാനില്ല. പറയുവാണെങ്കിൽ അത് ഒരു സാധനവുമില്ല. നമസ്കാരം. പാലാ നഗരത്തിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മീനച്ചിലാറ്റിൽ നിന്നും ജലനിരപ്പ് ഉയർന്ന് പാലായുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയായിരുന്നു. ഈ കൊട്ടാരമറ്റം സ്റ്റാൻഡ് ഉൾപ്പെടെ 2 ദിവസം വെള്ളത്തിൽ അടിയിലായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുകയും ചെയ്തു. ഇപ്പോൾ പഴയ സ്ഥിതിയിലായിട്ടുണ്ട്. കടകളൊക്കെ സജീവമായിട്ടുണ്ട്. 2 ദിവസമാണ് അവർ ദുരിതം അനുഭവിച്ചത്. നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. പാലായിൽ 2 ദിവസം വെള്ളത്തിലായിരുന്നു. അതെ, മൊത്തത്തിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. ഒരു ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് വന്നത്. ആളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ 2018 ശേഷം ഓരോ തവണയും മഴ പെയ്യുകയും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ ഒരു ജാഗ്രത പാലിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് അതിശക്തമായ മഴ പെയ്യുക. അത് രാത്രിയിലായിപ്പോയി. 12 മണിക്ക് ശേഷം ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കാതിരിക്കുകയും അതിന് മുൻകരുതൽ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഇങ്ങനെ മഴയുടെ വിവരങ്ങൾ വന്നപ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വെളുപ്പാങ്കാലം ഒരു 4 മണിയായപ്പോഴത്തേക്കും ഷോൺ ജോർജ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു. എല്ലാ വർഷവും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ് ഈ മഴ വിഷയമായി ബന്ധപ്പെട്ട് വരുമ്പോൾ. ഷോൺ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്, അതിശക്തമായ വെള്ളമാണ് വരുന്നത്, പാലായിൽ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളറിയാവുന്ന ആളുകളോട് പറയുകയും നമ്മുടെ അവിടെയുള്ള സാധനങ്ങൾ മാറ്റി ആ കടകളിലുള്ള ആ സമീപത്തുള്ള മാക്സിമം ആളുകളെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ അറിയിപ്പ് കൊടുത്ത് സൈറനും മുഴക്കി. പക്ഷേ സൈറൻ മുഴക്കിയത് ഒരുപക്ഷെ ആളുകളെ മഴയുടെ ഇതിൽ കേൾക്കാൻ പറ്റാതെ പോവുകയോ ഇവിടെ രാവിലെ സൈറൻ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആളുകളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഓരോരുത്തർ വിളിച്ച് പറഞ്ഞ് ഏൽപ്പിച്ച് വന്ന് അപ്പോഴത്തേക്കും പൊടുന്നനെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ല മിനിറ്റുകൾ വെച്ചാണ്. അതായത് ഞങ്ങളിവിടെ സാധനം മാറ്റാൻ വരുമ്പം വഴിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊരു കൊട്ടാരമറ്റം അത് ഒരു ഏതാനും 3/4 മണിക്കൂർ കൊണ്ട് വഴി മൊത്തം നിറഞ്ഞ് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വന്നു. പിന്നെ പൊടുന്നനെ അങ്ങ് കയറുക ചെയ്തത്. മഴ അതിശക്തമായിരുന്നു. എല്ലാ ആളുകൾക്കും വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. മാറ്റാൻ കുറേയൊക്കെ പറ്റി. മാറ്റാൻ പറ്റാത്തവരുടെ എന്ന് പറഞ്ഞാൽ മൊത്തം പോയിട്ടുണ്ട് ഈ പിന്നെ ഒന്നാമത് ഓണം സീസണൊക്കെ വരുന്നത് പ്രമാണിച്ച ആളുകൾ സ്റ്റോക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാവർക്കും നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം വ്യാപാരികൾ ചെയ്യേണ്ട, ഇപ്പോൾ സർക്കാരിനോട് പൈസ തരാൻ പറയാൻ അത് നമുക്ക് ധാർമ്മികമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എത്രയോ കോടി രൂപ കൊടുക്കാം. പക്ഷെ അതിനൊക്കെ ഇൻഷുറൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് വ്യാപാരി വ്യവസായ സമൂഹം അത് കണ്ടുകൊണ്ട് ഇൻഷുറൻസ് ഒക്കെ ഏർപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഇവിടെ നമ്മുടെ മീനച്ചിലാറിന് ആവശ്യമായ വീതിയോ അല്ലെങ്കിൽ ആഴമോ നിലവിൽ ഉള്ളത് ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. മീനച്ചിലാറിൻ്റെ എല്ലാ മേഖലകളിലും അത് ഉത്ഭവസ്ഥാനം തൊട്ട് താഴോട്ട് നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യാപകമായ രീതിയിൽ കയ്യേറ്റങ്ങളുണ്ട്. ഇത് ഒഴിപ്പിക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അത് ആറിൻ്റെ സ്വാഭാവികമായ, ഇത് മീനച്ചിലാറ് മാത്രമല്ല എല്ലാ തോടുകളുടെയും കരകളുടെയും ഉണ്ട്. അത് വ്യാപകമായിട്ടുണ്ട്. അത് ഒഴിപ്പിക്കാൻ ഒരു സർക്കാരുകളും കാലങ്ങളായിട്ട് നടപടിയെടുത്തിട്ടില്ല. അത് അതിൻ്റെ സ്വാഭാവികമായ വീതി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വെള്ളത്തിന് ഒഴുകിപ്പോയേ പറ്റത്തുള്ളൂ. അത് സർക്കാർ ഈ ആറിൻ്റെയും തോടിൻ്റെയും ആസ്തി അടിയന്തരമായിട്ട് നിർണയിച്ച് കയ്യേറ്റങ്ങൾ കൃത്യമായിട്ട് ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോഴും ക്ലീൻ ചെയ്യാമല്ലേ? ക്ലീൻ ചെയ്താണ്. ഇപ്പം രാവിലെ വന്ന് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് എല്ലാം കയറ്റി ഒരുവിധം അടുക്കി. കഴിഞ്ഞ ദിവസം ഒന്ന് വന്ന് അടുക്കി പെറുക്കി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയതാണ്. പിന്നെയും വെള്ളം കയറി പിന്നെയും ഇതായി. എല്ലാം ഒന്ന് 2 ദിവസം കൂടെ കഴിയാതെ തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം ഒന്ന് ഇത്രയും നേരം ക്ലീൻ ചെയ്തായിരുന്നു. ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അത്രയും നേരം വെള്ളം മുനിസിപ്പാലിറ്റിയുടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ
നഷ്ടങ്ങളൊക്കെ നോക്കിയാൽ നഷ്ടം വലിയ കാര്യം. ഞങ്ങൾ കുറേ എല്ലാം വെള്ളത്തിൽ കൂടെ വന്നെല്ലാം എടുത്തു മാറ്റിയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി കുറേ സാധനങ്ങളെല്ലാം അരയപ്പം വെള്ളത്തിൽ കൂടെ ആണെങ്കിലും വന്ന് എല്ലാം പാക്ക് ചെയ്ത് കുറേ കൊണ്ടുപോയി, കുറേ എല്ലാം മണ്ടേ കൂടെ കയറ്റി വെച്ചു. വലിയ കാര്യമായ നഷ്ടമെന്ന് പറയാൻ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും വലിയ കാര്യമായ നഷ്ടം. മുൻകാലങ്ങളിൽ ഇതുപോലെ വെള്ളം ചേർക്കുന്നുണ്ടോ? എന്നാലും ഇത്രയും തന്നെ വന്നിട്ടില്ല. ഞാൻ ഇപ്പം 4 വർഷമായി. എന്നാലും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇവിടെ ഒരു അരയപ്പം വെള്ളം എന്ന് പറഞ്ഞ കണക്ക് വന്നായിരുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെ കയറിയില്ല. പക്ഷേ ഈ വർഷം അത്രയേ കയറുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാം കയറ്റി വെച്ചു. അതുകൊണ്ട് വെള്ളം കണ്ടമാനമായി പോയില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒപ്പം ഇതിൻ്റെ അകത്തോട്ട് അത്രയൊരു ഈ ഓളം അടിച്ചിട്ട് മുഴുവൻ എടുത്തടിച്ച് മറിച്ച് മൊത്തം സ്റ്റൗവും എല്ലാം മൊത്തം ചെളിയും വെള്ളത്തിലും ആയിപ്പോയി. 2 പ്രാവശ്യത്തെ ക്ലീനിങ് കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ പോയി. ഒരു 10 രൂപ 15 രൂപയുടെ നഷ്ടം നമുക്കുണ്ടായി. പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലായതുകൊണ്ട് നമുക്കത് ഊഹിക്കാൻ പറ്റിയില്ല. സാധാരണ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പൊക്കി വെച്ചിട്ട് പോലും സാധനങ്ങൾ പോയി. ഇപ്പം നമുക്ക് സംബന്ധിച്ച് കുറച്ച് നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള വ്യാപാരികൾക്ക് അതിനേക്കാളും കൂടുതൽ പ്രവചിക്കാൻ പോലും മേലാത്തതിൻ്റെ മുകളിലുള്ള നഷ്ടങ്ങളുണ്ടായിരുന്നു. ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അശേഷങ്ങളുണ്ടോ? ശേഷമുണ്ട്. അലമാരി പൊട്ടിപ്പോയി, 2 അലമാരി പൊട്ടിപ്പോയി. ഗ്ലാസ് മൊത്തം അതിനടിയെല്ലാം പൊട്ടിക്കിടക്കുക. പിന്നെ ഫ്രിഡ്ജ് ഡൈനിങ് ടേബിൾ വട്ടം ഒടിഞ്ഞു പോയി. പിന്നെ ബേക്കറി സാധനം മൊത്തം വെള്ളത്തിൽ നമ്മൾ മുകളിൽ കയറ്റി വെച്ചാൽ അതിൽ ഈ കാറ്റടിച്ചിടുന്നത് മൊത്തം താഴോട്ട് പടന്ന് വീണ് അത് മൊത്തം ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ഈ കുപ്പി ജ്യൂസ് അല്ലാത്ത ബാക്കി നമുക്ക് മേടിച്ച സാധനങ്ങൾ മൊത്തം തന്നെ പോയി. ഒന്നും തന്നെ കിട്ടാനില്ല പറയുവാണെങ്കിൽ. അത് ഒരു സാധനവും. പിന്നെ ഗ്യാസ് സ്റ്റവ് മുകളിൽ കയറ്റി വെച്ചുകൊണ്ട് കിട്ടി. ഫ്രിഡ്ജ് കുഴപ്പമില്ല. പിന്നെ വെള്ളം മാത്രമേ കിട്ടുള്ളൂ. പറയണ ബേക്കറി സാധനം നമുക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല. എല്ലാ സാധനവും നഷ്ടമായിപ്പോയി. അലമാരി പൊട്ടിപ്പോയി, 2 അലമാരി വീട്ടിൽ കൊണ്ടുവിട്ടു. വട്ടം കീറിപ്പോയി, വേശ പൊട്ടിപ്പോയി, എല്ലാം കൊണ്ട് ഒത്തിരി നഷ്ടം വന്നു. ഈ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം കൂടുതലായിരുന്നു. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇതിനു മുമ്പ്. കഴിഞ്ഞ ഗ്യാസ് ഊറ്റിയൊക്കെ അവിടെ കിടന്ന ഗ്യാസ് ഊറ്റി വന്ന് ഇവിടെ വന്ന് കിടന്നത് ഈ ചുഴലിക്കാറ്റ് പോലെയായിരുന്നു. വന്നിട്ട് ഫ്രിഡ്ജ് തലയും കുത്തി മറിഞ്ഞ് ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ഫ്രിഡ്ജ് തലമുറ ജീവനാണല്ലോ ഫ്രിഡ്ജ് കിട്ടുന്നില്ല. ഈയിടെ EMI എടുത്തിട്ട് അടച്ചിട്ട് പകുതി പോലും ആകാത്ത ലോണുകളാണ് കട. എങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് അറിയത്തില്ല, രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. സാധനങ്ങളൊക്കെ പിന്നീട് വാങ്ങിയോ? സാധനങ്ങളൊന്നും വാങ്ങിയില്ല. വാങ്ങാൻ ഇനി പൈസ ആയി വരണം. കൈ പൈസ ഒന്നുമില്ല. ഈ ഇരിക്കുന്ന കുപ്പി വെള്ളവും വിറ്റ് പാത്രം ഇത് വിറ്റാൽ നമുക്ക് അതിന് മാത്രം കിട്ടാനുണ്ടോ? ഇതിനകത്തൊന്നും കിട്ടാനില്ല. അന്നേരം ഈ കുപ്പി ജ്യൂസിനൊക്കെ 5 രൂപ 2 രൂപയ്ക്ക് കിട്ടണം. അത് കിട്ടിയിട്ട് നമുക്ക് എന്നെ കാണിക്കാമല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും കാശായി വരും. ആരെങ്കിലും സഹായിക്കുമെന്ന് അറിയത്തില്ല. സഹായം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് നാൾ വരെ ഇതുവരെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ 10 വർഷം ഇവിടെ ഇരിക്കാനുണ്ട്. ഇതുവരെ 10 രൂപ നമുക്ക് ഈ കട നഷ്ടപ്പെട്ടത്. ഇത്രയും നഷ്ടം ഒരിക്കലും വന്നിട്ടില്ല. അതിനേക്കാളും ഒരു വെള്ളപ്പൊക്കമായിരുന്നു വന്നത്. അതിനിടയ്ക്ക് പനിയും കൂടി പിടിച്ചു. വെള്ളത്തിൽ നീന്തി 2 ദിവസം നീന്തി ഇത് കട കഴുകാൻ വേണ്ടി കയറും. അതുപോലെ ചെളിയായിരുന്നു. അതിനകത്ത് വന്ന് അടിഞ്ഞ് കിടക്കുന്ന ചെളിയായിരുന്നു. പിന്നെ 3 മണിയോടുകൂടി എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. 4 മണിയൊക്കെ വന്നു. സാധനങ്ങളെല്ലാം മാറ്റി. അത് കഴിഞ്ഞ് വെള്ളം വരുന്നതനുസരിച്ച് നമ്മൾ സാധനങ്ങൾ മണ്ടയിലേക്ക് കയറ്റുമായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഒരു വെള്ളത്തിൽ നിന്നുള്ള ഒരു ഇതായിരുന്നു. വൈകിട്ട് 6 മണിയോട് വരെ ഇതിൻ്റെ അകത്തായിരുന്നു, വെള്ളത്തിൽ തന്നെയായിരുന്നു. അതെല്ലാം കയറ്റി വെച്ചെല്ലാം പോയി. ഇപ്പം സാധനം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം വന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന് ഇറക്കാമെന്ന് നോക്കാം, വീണ്ടും വെള്ളം വരുന്നു. അത് ഭയങ്കര പിന്നെയും കയറ്റേണ്ടി വന്നില്ല. പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷേ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയത്. 3 മണിയോടുകൂടിയുള്ള വെള്ളപ്പൊക്കമില്ലായിരുന്നു. ഒരു സാധനം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ മൊത്തം സാധനം നമ്മുടെ പോയി. 50,000 രൂപയുടെ അടുത്തുള്ള നഷ്ടമുണ്ട്. ഹോട്ടലിലല്ലേ ഉപകരണങ്ങൾ? ഉപകരണങ്ങൾ കുറേ ഉപകരണങ്ങളും പോയി. പലചരക്ക് സാധനം, ഗ്യാസ്, ഫ്രിഡ്ജ്, മിക്സി അങ്ങനെയുള്ള എല്ലാം വെള്ളം കയറി. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു? 50,000 രൂപയുടെ നഷ്ടമുണ്ട്. ഫ്രിഡ്ജൊന്നും മാറ്റാൻ പറ്റിയില്ല. മാറ്റാൻ പറ്റിയില്ല. ഒന്നും മാറ്റാൻ പറ്റിയില്ല.